മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മി മരിച്ചുപോയി എന്ന് തന്നെ എല്ലാവരും ഉറപ്പിക്കുന്നുണ്ട്. മാർക്കോയെ നിരീക്ഷിക്കാനും അവസരം ഒത്തുവരുന്ന സമയത്ത് മാർക്കോയെ കൊല്ലാനും വേണ്ടിയിട്ട് ഒരുപാട് പണം ഗുണ്ടകൾക്ക് നൽകുന്നുണ്ട് കേട്ടോ മേഘൻ. ഗുണ്ടകളാണെങ്കിൽ മാർക്കോയുടെ സ്വാധീനത്തിൽ ആണ് എന്നുള്ള കാര്യമൊന്നും മേഘൻ അറിയുന്നില്ല. ശരിക്കും അവർ മേഘൻ മണ്ടനാവുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് ഗുണ്ടകൾ നേരെ ചെന്ന് മാർക്കോയെ കാണുകയും അണ്ണനെ തീർക്കാൻ വേണ്ടിയിട്ട് ആ മേഘൻ ഞങ്ങൾക്ക് ഒരുപാട് പണം തന്നിട്ടുണ്ട്, അവസരം ഒത്തുകിട്ടിയാൽ അണ്ണനെ തീർക്കണം എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊക്കെ നിങ്ങൾ എനിക്ക് വിട്ടേക്ക്, പ്രതാപനും മേഘനും ഉള്ളത് ഞാൻ കൊടുത്തോളാം. പലരുടെയും നെഞ്ചത്തുകൂടി ലോറി കയറ്റിയും വളഞ്ഞ വഴിയിലൂടെയും സമ്പാദിച്ച പണമാണിത്. ഇത് നിങ്ങൾ വെള്ളം അടിച്ച് കളയാതെ വല്ല പാവങ്ങൾക്കും കൊടുക്കാൻ നോക്കുക എന്ന് മാർക്കോ പറയുമ്പോൾ ശരി അണ്ണാന്ന് പറയുന്നുണ്ട് കേട്ടോ ഗുണ്ടകൾ. ഇനി അവന്മാരുടെ പണവും വാങ്ങിയിട്ട് എന്നെ ചതിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എന്നെ ശരിക്കും നിങ്ങൾക്കറിയില്ല. ആ ബോംബ് ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. 3 പേർക്കും ശവപ്പെട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് ഈ കാശ് ഞാൻ ഉപയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ വിരട്ടുമ്പോൾ അണ്ണ അതൊന്നും വേണ്ട അണ്ണ, ഞങ്ങൾ അങ്ങനെയൊന്നും അണ്ണനെ ചതിക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ഗുണ്ടകൾ. ആ മേഘൻ്റെയും പ്രതാപൻ്റെയും നീക്കങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എന്നെ അറിയിക്കണമെന്നും മാർക്കോ ഗുണ്ടകളോടായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് പ്രതാപൻ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നതിന് മുൻപ് തന്നെ അയാളെ തേടി പോലീസ് എത്തുന്നുണ്ട്. എന്നിട്ട് പ്രതാപനെ ചോദ്യം ചെയ്യുകയാണ് കേട്ടോ. മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനല്ലേ നിങ്ങളറിയാതെ ആ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല എന്നാണ് ആ കുട്ടിയുടെ അമ്മ മൊഴി തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അയ്യോ സാറന്മാരെ, എൻ്റെ ഭാര്യ അതൊക്കെ വെറുതെ പറയുന്നതാണ്, അവൾ ചിലപ്പോൾ ആരുടെയെങ്കിലും കൂടെ പോയതായിരിക്കും എന്ന് പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ. അവളെ കാണാതായതിന് പിന്നിൽ എനിക്ക് ഒരു പങ്കും ഇല്ല എന്ന് തന്നെ പറയുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ ഭർത്താവ് കണ്ണൻ നിങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് പരാതി തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചതിൽ നിന്നും നിങ്ങളൊരു തരികിടയാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നും പോലീസ് പറയുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല മഹാലക്ഷ്മിയുടെ തിരോധാനത്തിന് പിന്നിൽ നിങ്ങളാണെന്ന് തെളിയിക്കുന്ന വ്യക്തമായിട്ടുള്ള ഒരു എവിഡൻസും ഞങ്ങളുടെ കയ്യിലുണ്ടെന്നും പോലീസ് പറയുമ്പോൾ എൻ്റെ പൊന്നു സാറന്മാരെ, എനിക്കൊന്നും അറിയില്ല. ഒരച്ഛൻ എന്ന സ്ഥാനത്ത് നിന്ന് ഞാൻ പലപ്പോഴായിട്ട് അവളെ ഗുണദോഷിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, അല്ലാതെ എനിക്ക് അവളോട് യാതൊരു തരത്തിലുള്ള വൈരാഗ്യവും ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്കെതിരെ പരാതി തന്നിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ മകളും അമ്മയും ചേർന്ന മഹാലക്ഷ്മിയെ ഇവിടെയിട്ട് ദ്രോഹിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് മാത്രമല്ല നിങ്ങളാണ് മഹാലക്ഷ്മിയുടെ തിരോധാനത്തിന് പിന്നിൽ എന്ന് തെളിയിക്കുന്ന ഒരു വ്യക്തമായിട്ടുള്ള എവിഡൻസും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പോലീസ് പറയുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ പ്രതാപൻ. തുടർന്ന് അന്ന് നിങ്ങൾ ഒരിക്കൽ സ്നേഹം നടിച്ച മഹാലക്ഷ്മിയെ നിങ്ങളുടെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഗുണ്ടകളെ വെച്ച് ആ കുട്ടിയെ അപായപ്പെടുത്താൻ നോക്കിയില്ലേ? അതുമാത്രമല്ല ആ കുട്ടിയുടെ ഭർത്താവ് കണ്ണനെ നിങ്ങൾ പലതവണ നിങ്ങൾ ജീവൻ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തെളിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കേസിൽ നിങ്ങൾ തൂങ്ങും എന്ന് ഉറപ്പുള്ള മറ്റൊരു തെളിവ് കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. മഹാലക്ഷ്മിയെ കാണാതായ അന്ന് രാത്രി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഫോണിൽ നിന്നും മഹാലക്ഷ്മിയെ കൊന്ന് അവളുടെ ചിത കൂട്ടിയെന്നും ഇനി എൻ്റെ മോൾക്ക് സന്തോഷത്തോടെ ജീവിക്കാം എന്ന് പറയുന്നത് നിങ്ങൾ വിളിച്ചു പറഞ്ഞ് അതിൻ്റെ ആ കോൾ റെക്കോർഡ്സ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ഫോണിൻ്റെ ലൊക്കേഷൻ വെച്ച് സൈബർ പോലീസ് എല്ലാ തെളിവുകളും കളക്ട് ചെയ്തിട്ടുണ്ട്. മഹാലക്ഷ്മിയെ കാണാതായ അന്ന് രാത്രി മുതൽ നിങ്ങൾ ഗോഡൗണിനടുത്തുള്ള വിജനമായിട്ടുള്ള പ്രദേശത്തായിരുന്നു. അവിടെയാണ് നിങ്ങളുടെ ഫോണിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത്. മാത്രമല്ല ഗോഡൗണിൻ്റെ പരിസരമൊക്കെ ഞങ്ങൾ അരിച്ചുപെറുക്കിയതിൽ നിന്നും അവിടെ ഒരു സ്ത്രീയുടെ ചിത കൂട്ടിയതിൻ്റെ എല്ലാ തെളിവുകളും ഉണ്ട്. ഫോറൻസിക് പരിശോധനയിൽ നിന്നും അതൊരു സ്ത്രീയുടേതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് മഹാലക്ഷ്മിയുടേത് തന്നെയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അറസ്റ്റ് ഞങ്ങൾ രേഖപ്പെടുത്തുകയാണെന്നും പോലീസ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രതാപനെ ഞെട്ടിച്ചുകൊണ്ട് പോലീസുകൾ തെളിവുകൾ ഓരോന്നായിട്ട് നിർത്തുമ്പോൾ ഒന്നും പ്രതികരിക്കാൻ കഴിയാതെ നിന്ന് പോവാണ് കേട്ടോ പ്രതാപൻ. അങ്ങനെ കരുണയെയും മുത്തശ്ശിയെയും ഞെട്ടിച്ചുകൊണ്ട് പ്രതാപനെ വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിനെ വരാൻ പോകുന്ന ഇത് ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്